കെ സോമൻ, ഇത് കേന്ദ്ര സർക്കാർ നയപരമായ ഒരു തീരുമാനം എടുക്കേണ്ട വിഷയം കൂടിയാണ്. കേന്ദ്രം GDP-യുടെ വെറും 0.49% മാത്രമാണ് ഹെൽത്തിൽ ചെലവഴിക്കുന്നത്. ഈ നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്നത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഇവിടെ സംസ്ഥാനങ്ങൾ എങ്ങനെയെങ്കിലും പണം കണ്ടെത്തി അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊള്ളട്ടെ എന്ന സമീപനത്തിനപ്പുറത്ത് നയപരമായ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ആരോഗ്യത്തിന് എത്ര സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് വിഷയമാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് എന്ത് കൊടുക്കുന്നു എന്നുള്ളതും വിഷയമാണ്. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ എല്ലാ ഭാരവും വിവിധ സംസ്ഥാനങ്ങൾക്ക് മുകളിലിട്ട് ഒഴിഞ്ഞു മാറുന്നത്? ഇവിടെ ഇപ്പോൾ ഈ ആശാ വർക്കർമാരുടെ സമരത്തെ പ്രകീർത്തിച്ചോ സപ്പോർട്ട് ചെയ്തോ സംസാരിക്കാനുള്ള ധാർമ്മികമായ അവകാശം BJP-ക്കാർക്കുണ്ടോ? ഓണറേറിയം കൂട്ടിയിട്ട് വേണ്ടേ സംസാരിക്കാൻ? ഓണറേറിയം അല്ല ശ്രീ അഭിലാഷ, ഇൻസെന്റീവാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്. ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന് 913 കോടി രൂപയാണ് ആകെ കൊടുക്കാനുള്ളത്. 815 കോടി രൂപ ജനുവരി മാസത്തിന് മുമ്പ് കൊടുത്തു എന്ന് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് സഹമന്ത്രി NK പ്രേമചന്ദ്രനും മറുപടി കൊടുത്തിട്ട് ഈ സമരം ഫെബ്രുവരി 10 ആരംഭിക്കുമ്പോൾ എന്താണ് ഇവർക്ക് അവരുടെ കൊടുക്കേണ്ട ഓണറേറിയം കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞല്ലേ അവർ സമരം ചെയ്തത്? ഈ പണം കേന്ദ്ര സർക്കാർ കേരള സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ട് അതെന്ത് ചെയ്തിട്ടാണ് ഇവർക്ക് ആനുകൂല്യം കൊടുക്കാതിരുന്നത്? 2 മാസത്തെ ഓണറേറിയം ഈ ആശാപ്രവർത്തകന്മാർക്ക് കൊടുക്കാതിരുന്നത് എന്നത് CITUവിന്റെ പ്രതിനിധി ഒന്ന് പറയട്ടെ. കേന്ദ്ര സർക്കാർ പണം കേരളത്തിന് കൈമാറി എന്ന് ഉത്തരവാദിത്വത്തോടു കൂടി പാർലമെന്റിൽ പറഞ്ഞത് നാം എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ ആ പണം വകമാറ്റി ചെലവഴിച്ച പണത്തിന്റെ കണക്ക് കൊടുക്കുന്നില്ല. ഇതാണ് കേരളത്തിൽ NHM-മായി ബന്ധപ്പെട്ട് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വൈകുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഈ ചർച്ചയിൽ CITUവിന്റെ പ്രതിനിധി ആവർത്തിച്ച് കേരളത്തിന്റെ സാമ്പത്തിക ഞെരുക്കത്തെക്കുറിച്ച് പറയുമ്പോൾ സംസ്ഥാന ധനമന്ത്രി പറഞ്ഞത് ഞങ്ങൾ അവിശ്വസിക്കണമോ എന്ന് ഈ CITU പ്രതിനിധിയോട് ഞാൻ ചോദിക്കുകയാണ്. സംസ്ഥാനത്ത് ധനജനുക്കമില്ല എന്ന് പറയുന്നു. ധനമന്ത്രി ബഡ്ജറ്റിന്റെ ആമുഖ പ്രസംഗത്തിൽ പറയുന്നത് കേരള നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നോ? കേരളത്തിലെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നോ? ഈ CITUവിന്റെ പ്രതിനിധി പറയുന്ന കാര്യങ്ങൾ CPI-യുടെ പ്രതിനിധികൾക്ക് ബോധ്യമാകുന്നുണ്ടോ? കണ്ണില്ലാത്ത ദൈവങ്ങളാണ് ഈ സർക്കാർ എന്ന് പറഞ്ഞത് CPI-യുടെ ജില്ലാ സെക്രട്ടറി ശിവരാമനല്ലേ? അപ്പൊ ഈ സർക്കാർ അവരെ ഈ പാവപ്പെട്ട ആശാപ്രവർത്തകന്മാരെ കൊണ്ട് പക്കിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് പോലെ രാപകലില്ലാതെ പണിയെടുപ്പിച്ചിട്ട് അത് കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭമാണ് നിങ്ങൾ നടത്തേണ്ടതെന്ന് അവരെ പറഞ്ഞു പഠിപ്പിച്ചാൽ അവരനുഭവിക്കുന്നവരാണ്, അവർ വസ്തുതകൾ മനസ്സിലാക്കുന്നവരാണ് എന്ന ബോധ്യമാണ് ഈ സഹന സമരത്തിന് ഈ കുംഭച്ചൂട് പൊള്ളുമ്പോഴും അവർ ആ സമരമുഖത്ത് തുടരുന്നത്. അവർക്ക് സംസ്ഥാന സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൽ സർക്കാർ